ഹായ് പ്രിയ സുഹൃത്തുക്കളെ, ഞാനിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ഇലക്ട്രിക് PVC പൈപ്പ് കൊണ്ട് നമുക്ക് മനോഹരമായ മുളച്ചെടികൾ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ്. ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ചെടികൾ നമുക്ക് വളരെ മനോഹരമായി PVC പൈപ്പ് കൊണ്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് പീസാൻഡോ എംസാൻഡോ PVC പൈപ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഭാഗം പേപ്പർ വെച്ച് അടച്ചതിന് ശേഷം ഇങ്ങനെ ഇതിലേക്ക് നിറച്ച് ഫില്ല് ചെയ്തതിന് ശേഷം മറുഭാഗവും കൂടി പേപ്പർ വെച്ച് അടക്കുക. ശേഷം നമുക്ക് സ്റ്റൗവിൽ ഇളം ചൂടിൽ ഇതൊന്ന് ചൂടാക്കണം. ഇതുപോലെ ഇളം ചൂടിൽ ചൂടാക്കി നമുക്ക് ആവശ്യത്തിന് വളച്ചെടുക്കാം. ഏത് രീതിയിലും വളച്ചെടുക്കാവുന്നതാണ്. ഇളം ചൂടേ പറ്റൂ, അല്ലെങ്കിൽ പൊട്ടിപ്പോകും. ഇങ്ങനെ വളച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിന് ചുറ്റും ഇലകൾ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു മാസ്കിൻ ടേപ്പ് കൊണ്ട് ഒരു ചെറിയ കെട്ട് കമ്പി ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ഇലകൾ നിർമ്മിക്കാവുന്നതാണ്. മുളയുടെ ഇലയുടെ ആകൃതിയിൽ നമുക്ക് വെട്ടി ഷേപ്പാക്കി കൊണ്ടുവരണം. ശേഷം നമുക്ക് ഇതിൻ്റെ തണ്ടിനും കൂടി ഇതേപോലെ ചുറ്റി കൊടുക്കുക. ശേഷം നമുക്ക് അക്രിലിക് പെയിൻറ് കൊണ്ട് നമുക്ക് ആദ്യം ഗ്രീൻ കളർ അടിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് ഇതേപോലെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ തണ്ടിനും കൂടി യെല്ലോ കളറും കൂടി അടിച്ചു കൊടുക്കണം. ശേഷം ഇതേപോലെ 3 ഇതളാക്കി മാറ്റി നമുക്ക് മാസ്കിൻ ടേപ്പ് കൊണ്ട് ഫിറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ഇലകളും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു കെട്ട് കമ്പി ഉപയോഗിച്ച് ഈ പൈപ്പിൻ്റെ മുകളിൽ ഇടവിട്ട് കെട്ടിക്കൊടുക്കണം. ഇത് നമുക്ക് MCL ഉപയോഗിച്ച് ഇതേപോലെ കവർ ചെയ്ത് കൊടുക്കാം. ശേഷം തൊട്ട് അടുത്ത ഇലയും ഇതുപോലെ വെച്ച് കൊടുക്കാം. അങ്ങനെ ശേഷം നമുക്ക് ഇതേപോലുള്ള സ്പ്രേ പെയിൻറ് യൂസ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റിൽ നമുക്ക് യെല്ലോ കളർ അടിച്ചു കൊടുക്കാം. ശേഷം നമുക്ക് ഒരു ഗ്രീൻ കളറും കൂടി ടച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുളച്ചെടികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കലക്കി ഇതേപോലെ ഒരു പാത്രം വെച്ച് കുറച്ച് വെള്ളം, ഇത് തെർമോകോൾ പീസ് ഇതിൽ വെക്കുന്നത് കുറച്ചുകൂടി പ്ലാസ്റ്റർ ഓഫ് പാരീസ് ലാഭിക്കാം. നമുക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കലക്കി ഇതിലേക്ക് ഒഴിക്കുക. ശേഷം നമ്മുടെ ചെടി ഇതിലേക്ക് ഇറക്കി വെക്കാം. അങ്ങനെ നമ്മുടെ മുളച്ചെടികൾ വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേർന്നുകൊണ്ട് പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ.